So Kasaragod is one of the most beautiful place in Kerala, I should say. We have plenty of beaches here, very serene, calm, peaceful. I've seen few of my best sunsets here. So whenever few of my close friends come here, we have sports to take them. Kasaragod is incomplete without its people. I mean, there is a tagline called Little India. Why? Because there are people who speak different languages: Marathi, Tulu, Kannada, Bihari, and so on. And likewise, they all follow different culture also. So it's a diverse place. അലനുരയുമൊരരുവിയിലൊരു ചെറുമണിമരനിഴലിൽ വീൽ വിരിച്ച കസവ് തുന്നുമരിയ ചിത്രശലഭം. അലനുരയുമൊരരുവിയിലൊരു ചെറുമണിമരനിഴലിൽ വീൽ വിരിച്ച കസവ് തുന്നുമരിയ ചിത്രശലഭം. We work with youth who are under pressure, who are going through a lot of self-doubt, who need some emotional support, who lack encouragement, who's trying to prove something to the society. And maybe like if they have pressure for raising money, then like they look for the easiest options. And it's only after the consequences they realize that, okay, this resulted in a bad way. We believe that we are doing a preventive work where we try to maybe rewire the thoughts of people who are going through distress and give them hope, and also connect with them with a good support system where they can go to someone if they are feeling distress, instead of going to some kind of unhealthy means or doing some unhealthy stuff, so that they doesn't end up in a much worse version of themselves. And it's a long term process. We all could have become somebody else if someone was not there at the right time at our life. And we are building that community sense by providing encouraging a kind of a safe space for the young people to share their thoughts, learn from each other, make mistakes, perform, express. This is how we are doing it. And Chimnikud is such a concept which nurtures all these things. നിലവിൽ നമുക്ക് രണ്ട് മെയിൻ പ്രൊജക്ട്സ് ആണുള്ളത്. ഒന്ന് ചിമ്മിക്കൂട്, രണ്ട് ഫൈവേഴ്സ്. ചിമ്മിക്കൂട് എന്നുള്ളത് ഒരു യൂത്ത് ഹബ്ബാണ്. കാസർഗോഡുള്ള യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള യൂത്തിന് വേണ്ടിയിട്ടുള്ളൊരു യൂത്ത് ഹബ്ബാണ് ചിമ്മിക്കൂട്. ഫൈവേഴ്സ് എന്നുള്ളത് നമ്മളൊരു വോളണ്ടിയറിങ് പ്രോഗ്രാമാണ്. അതായത് സീരീസ് ഓഫ് വോളണ്ടിയറിങ് ഇവൻറ്റ്സ് ഉണ്ടാവും. പല ഭാഗത്തു നിന്നുള്ള യുവജനങ്ങൾക്ക് ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള പരിപാടികളിൽ പങ്കെടുക്കാം. ഇതാണ് നമ്മുടെ രണ്ട് പ്രൊജക്ട്സ്. ഐ ജസ്റ്റ് നീഡ് എ പ്ലേസ് ടു ബി മൈസെൽഫ് എന്ന് പറഞ്ഞു. ഞാനായിരിക്കാനുള്ള ഒരു സ്ഥലം എനിക്ക് വേണമായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയൊരു സ്പേസാണ് ചിമ്മിനിക്കുണ്ട് എന്ന് പറയുന്നത്. ലൈക്ക് എനിക്കങ്ങനെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ആൻഡ് ഏറ്റവും നന്നായിട്ട് എന്തും സംസാരിക്കാൻ, സെൻസർഷിപ്പ് ഇല്ലാതെ ഞാനായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് ഇഷാം എന്ന് പറഞ്ഞിട്ട്. അവൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അവൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പോയി. അപ്പം ഞാനിവിടെ എൻ്റെ DLED കോഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്താണ് ഞാൻ കുറച്ചും കൂടി ലോൺലി ആയിട്ട്, ആരും അങ്ങനെ സംസാരിക്കാനായിട്ടില്ല, കുറച്ച് പേരേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിട്ട് അവൻ പറയുന്നത്, ലൈക്ക് ഇങ്ങനൊരു സംഭവം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പോയി നോക്കിക്കൂടെ, എനിക്ക് ചിലപ്പോൾ വൈബിന് സെറ്റ് ആവുന്ന ആൾക്കാരുണ്ടാവും, സംസാരിക്കാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നു. ആൻഡ് ഫസ്റ്റ് ഡേ തന്നെ ഈ സ്പേസ് ഒരു കംഫേർട്ട് തന്നു. ലൈക്ക് എന്ന് സംസാരിക്കാം, കുറച്ചും കൂടി ആൾക്കാർ കുറച്ചും കൂടി വൈബാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, കൂടുതൽ ജഡ്ജ്മെൻ്റ് ഒന്നും ഇല്ല എന്നും പറയാം. അവിടെ ആൾക്കാർ ലേൺ ആൻഡ് ലേൺ എന്നൊരു സ്പേസ് ഉണ്ടല്ലോ. ലൈക്ക് ഓരോ കാര്യം ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഡിബേറ്റ് ആവുന്ന രീതിയിലുണ്ട്. ലൈക്ക് അപ്പുറത്ത് ഉള്ള ആൾ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കാതെ നമ്മൾ എന്നും പഠിക്കാനും അവരുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനും വേണ്ടി സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. രണ്ട് രീതിയിൽ സംസാരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടെ കൂടിയത്. ഫയർഫ്ലൈസ് ആയിട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ചിമ്മിനിക്കൂടുന്നാണ്.
അതായത് ചിമ്മിനിക്കൂട് എന്നൊരു യൂത്ത് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യാനുണ്ട്, ഇങ്ങനത്തെ ഒരു സ്പേസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിന് വോളണ്ടിയേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് കണ്ടു, അത് കണ്ടു വന്നു, ക്ലീനൊക്കെ ചെയ്ത്. ഫസ്റ്റ് ഈ പ്ലേസ് ഇങ്ങനെ ആയിരുന്നില്ല, ഈ കാണുന്ന ഒരു സ്പേസ് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് ഡേ മുതൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്പേസ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഒന്നിച്ചുകൂടി പിന്നെ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ പറയാനാണെങ്കിൽ. എൻ്റെ പേര് ദീക്ഷിത് എന്നാണ്. ഞാൻ ഫയർഫ്ലൈസ് പ്രോഗ്രാം ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ വോളണ്ടിയറിങ് ഇവൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഓരോ ആളെ ഗ്രോത്ത് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബേക്കൽ ഫെസ്റ്റ് നടത്തുമ്പോൾ നമ്മളൊരു മെയിൻ ഇതാണ് ഫണ്ട് റൈസിങ് ടൂളാണ് ബ്രെയിൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതൊരു ആക്ടിവിറ്റിയാണ്. ആ ബ്രെയിൻ സൈക്കിൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ കൂടെ വന്ന ഒരു വോളണ്ടിയർ, അവർ സൗണ്ട് ആ കുട്ടിയുടെ സൗണ്ട് അടിപൊളിയാണ്, നല്ലൊരു ബാസുള്ള ഒരു അനൗൺസ്മെൻറ്റിന് യോഗ്യതയായൊരു സൗണ്ടാണ്. ആ 10 days കണ്ടിന്യൂസ് ആയിട്ട് അവരാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ അവർക്ക് ജോലി എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായിരുന്നു. ആ ടൈമിൽ ഒരു അമ്പലക്കാർ ഇത് കണ്ടിട്ട് അമ്പലത്തിൻ്റെ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുകയും അവിടെ ഉത്സവത്തിൻ്റെ ടൈമിൽ അനൗൺസ്മെൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് സ്പ്രെഡ് ദ സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഒക്കെ പോയപ്പോൾ ഒരാൾ കെജോൺ വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നന്നായിട്ട് പാട്ടും പാടും. അപ്പോൾ അവിടെ വന്നിരുന്ന കുറച്ച് ബാൻഡിൻ്റെ ആൾക്കാരെ ഇവിടെ കണ്ടിട്ട് അത് ന്യൂ ഇയറിൻ്റെ ടൈമായിരുന്നു. ന്യൂ ഇയറിൻ്റെ ടൈമിൽ ഒരു 3-4 ഈവൻറ്റ്സ് പ്രോഗ്രാംസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവർക്കും അതിൽ എനിക്ക് പറയാനുള്ള വെച്ചാൽ അവർക്ക് അവരെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഫയർഫ്ലൈസ് ത്രൂ കിട്ടിയെന്നായിരുന്നാണ്. ഫൈനൽ ഡേയിൽ അവരുടെ റിഫ്ലക്ഷൻ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വാട്ട് വി ആർ ഗിവിങ് ടു ദി യൂത്ത് അതെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ദേ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദേ ഗെറ്റ് ദാറ്റ് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടുള്ള സാധനം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ വലിയൊരു ഗ്രോത്ത് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആദ്യം ഞാൻ എൻ്റെ MSW ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഫീൽഡ് വർക്കും ഫയർപ്ലേസിലായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഓഫീസ് ഗൗതാട്ടൻ്റെ വീടിൻ്റെ ബാൽക്കണി ആയിരുന്നു. അപ്പോൾ അവിടെ ഗൗതാട്ടൻ ഇങ്ങനെ പറയും, പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും, അപ്പോൾ ഇവിടെ ഓഫീസ് ഇത്ര റൂം ഉണ്ടാവും, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും, ആൾക്കാർ വന്നിരിക്കുക, നമ്മൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. ജസ്റ്റ് നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് ഈ വീട് എങ്ങനെ ഉണ്ടാവും, ആ വീട്ടിൽ നമുക്ക് ഈ വീട് എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഓഫീസാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയും. അപ്പം നമ്മളൊക്കെ എന്താ വിചാരിക്കുകയൊക്കെ പറയുന്നു, മീൻസ് അങ്ങനെയാണല്ലോ. മീൻസ് ആ ഒരു സാധനം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മുന്നിലുണ്ടാവും എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ ആ ഒരു പ്രോസസ്സ് കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ വിശ്വാസം എന്ന് പറയൂലേ, ലൈക്ക് ഈ മാനിഫെസ്റ്റ് ചെയ്യുക, ചില കാര്യങ്ങൾ എന്നിപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം നടക്കും എന്നുള്ള മീൻസ് ആ സമയത്ത് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാനുള്ള പ്രത്യേകിച്ചൊരു ഇതുമില്ല. നമ്മൾ ചോദിക്കും അതിന് സാധനങ്ങളോട് ചെയ്യില്ല എന്നിപ്പോൾ ഇതായോ ഇല്ല, പിന്നെ ഇങ്ങനെ സാധനമാവും, അതൊക്കെ ആവും പറഞ്ഞിട്ട് ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാധനത്തിൽ എനിക്ക് വിശ്വാസം വന്നത് ഇപ്പോൾ ഈ ചിമ്മിനിക്കൂടിൻ്റെ സാധനങ്ങളൊക്കെ ഫുള്ള് സെറ്റായി കാണുമ്പോൾ നമുക്ക് എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാനിപ്പോൾ ഇനി നമുക്കിപ്പോൾ മുന്നോട്ട് ആലോചിക്കുമ്പോൾ പല ഒബ്സ്ട്രക്കിൾസും ആയിട്ട് അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ തോന്നുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, ഇല്ല അത് നടക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു സാധനം കിട്ടിയത് നമ്മളിപ്പോൾ ഈ ഒരു ചിമ്മിനിക്കൂട് ഒക്കെ വന്ന് നിൽക്കുമ്പോൾ. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ. എനിക്ക് ക്രൗഡിനോട് അങ്ങോട്ട് പോയി സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് അത് തുടങ്ങിയത്. ലൈക്ക് വോളണ്ടിയറായി ചെന്നിട്ട് ഇപ്പോൾ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു. ലൈക്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് എന്ന് പറയാം. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. പുതിയ പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ കയറി വന്നാൽ പോലും നമ്മളോട് പെരുമാറുന്ന രീതി, നമ്മളങ്ങോട്ടേക്ക് ഇത് ചെയ്യുന്ന രീതിയെല്ലാം നമുക്ക് അത്രയും അടുത്ത് വേണ്ടപ്പെട്ടവരെ ഇത് ചെയ്യുന്ന പോലെ ഉള്ളത്. ശരിക്കും ഇവരുടെ ആ ഒന്നിച്ചുണ്ടാകുന്ന ആ വൈബും പിന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതാണ് എന്നെ ശരിക്കും ഫയർഫ്ലൈസിലേക്ക് എത്തിക്കാൻ കാരണം.
ഇതൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അല്ല, ബട്ട് ഇറ്റ്സ് എ വെറ്റ് പ്ലേസ്, വെറ്റ് വിത്ത് ഐഡിയാസ്, ഐഡിയോളജീസ്, പ്രിൻസിപ്പിൾസ്, പോസിബിലിറ്റീസ്. സോ ഐ വുഡ് സേ ദിസ് ഇസ് എ ഫാമിലി ഓഫ് ദ ഫ്യൂച്ചർ, ഹൗ വി ഷുഡ് ലീവ് ആൻഡ് ലെറ്റ് അതേഴ്സ് ലീവ്. ആൾക്കാർക്ക് എങ്ങനെ മാറാമെന്നില്ലെന്ന് ഇപ്പം ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ ക്ലാസ് എടുത്തിട്ട് ഇപ്പോൾ മാറ്റിത്തരാം, ലൈക്ക് ഇവൻ ഇങ്ങനെ മാറ്റിയെടുക്കാമെന്നല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരു ഇത് വിത്ത് പോലെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. കോൺവെർസേഷനിൽ വരുന്ന ചെറിയ ചെറിയ വാർത്തകളായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ടായിരിക്കാം, ചെറിയൊരു കണക്ഷൻ ആയിരിക്കും. പക്ഷേ ഈ സ്പേസ് എന്തോ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ആ ഒരു സംഭവമാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ട്?